റോട്ടർഡാമിൽ നടന്ന പ്രശസ്തമായ IFFRL ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ഹെവോസ് ടൈഗർ പുരസ്കാരം ലഭിച്ചു. ആ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ചിത്രമാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇപ്പോൾ ഈ സിനിമയിലുപരി ഈ സിനിമയുടെ ടൈറ്റിലിനെ കുറിച്ചാണ്, സെക്സി ദുർഗ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു അസഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ട കാര്യം ഈ സിനിമയുടെ ടൈറ്റിലിനെ സംബന്ധിച്ചില്ല. കാരണം ഇത് കണ്ടിട്ട് അനുരാഗ് കശ്യപിനെ പോലുള്ള വലിയ സംവിധായകർ പ്രതികരിച്ചത് അവർക്ക് എഡ്ജി ത്രില്ലർ, ഈ 2017 ലുക്കൗട്ട് ചെയ്യേണ്ട, വാച്ച് ഔട്ട് ചെയ്യേണ്ട എഡ്ജി ത്രില്ലർ എന്നാണ് അനുരാഗ് കശ്യപൊക്കെ ഇതിനെ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ സിനിമയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിലും സിനിമയിലിപ്പോൾ എല്ലാവർക്കും നായകനാകാൻ പറ്റണമെന്നില്ല. നന്നായി പെർഫോം ചെയ്യാൻ പറ്റുക, നന്നായി അഭിനയിക്കാൻ പറ്റുക, അത് ഒരു സീനാണെങ്കിലും നമ്മൾ അടയാളപ്പെടുത്തപ്പെടുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ആദ്യ സിനിമയല്ല സെക്സി ദുർഗ, മുഖ്യ കഥാപാത്രം ചെയ്യുന്ന ആദ്യ സിനിമയാണ്. ഞാൻ അഭിനയിച്ച ആദ്യ ചിത്രം 2007 പുറത്തിറങ്ങിയ എല്ലാവരും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇപ്പോൾ ഈ സിനിമയിലുപരി ഈ സിനിമയുടെ ടൈറ്റിലിനെ കുറിച്ചാണ്, സെക്സി ദുർഗ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു അസഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ട കാര്യം ഈ സിനിമയുടെ ടൈറ്റിലിനെ സംബന്ധിച്ചില്ല. കാരണം ഒരു തരത്തിലുള്ള മതവിഭാഗങ്ങളെയും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ ഈ സിനിമയിൽ ഉദ്ദേശിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു ദൃശ്യങ്ങളും ഈ സിനിമയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പു തരുന്നു. സെക്സി എന്ന് പറയുന്ന ഒരു വാക്കിൽ പിടിച്ചാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. അത് ഈ സിനിമയ്ക്ക് കൃത്യമായി ആപ്റ്റായിട്ടുള്ളൊരു പേരായതുകൊണ്ടാണ് സെക്സി ദുർഗ എന്ന് സിനിമയ്ക്ക് പേരിട്ടത്. ദുർഗ എന്നാണ് ഈ സിനിമയിലെ ടൈറ്റിൽ കഥാപാത്രത്തിൻ്റെ പേര്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ദുർഗ എന്നത് ഒരു ദേവീ സങ്കല്പത്തിലുള്ള ഒരു ദേവിയുടെ പേര് കൂടിയാണ്. ഈ ദേവിയെ പുരുഷന്മാർ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് വർഷിപ്പ് ചെയ്യുന്നത്, അതേസമയം തന്നെ ഇതേ പേരുള്ള ഒരു പെൺകുട്ടി പുറത്തിറങ്ങിയാൽ, ഒരു സാധാരണക്കാരിയായ ലക്ഷോപലക്ഷം വരുന്ന സാധാരണ സ്ത്രീകളിൽ ഒരാളായ ഒരു പെൺകുട്ടി പുറത്തിറങ്ങിയാൽ അവളോട് പുരുഷ സമൂഹം എന്ത് തരത്തിലാണ് അവളെ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അവളെ കാണുന്നത് എന്ന ഒരു കോൺട്രാസ്റ്റിംഗ് മാത്രമാണ് ഈ സിനിമ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഈ പേര് വളരെ ആപ്റ്റായിട്ടുള്ളൊരു പേരാണ് എന്ന് പറയേണ്ടി വരും. അതിൽ ഈ ഇത്തരം വിവാദങ്ങളിൽ നിന്നും നിങ്ങൾ ചെവി കൊടുക്കാതിരിക്കുക. ഇപ്പോൾ സെൻസർ ബോർഡ് തന്നെയും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. സംവിധായകന് നേരെ വധഭീഷണി വന്നു. അത്തരം പ്രകോപനങ്ങളൊന്നും ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അതല്ല ഈ സിനിമ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് മാത്രം ദയവായി മനസ്സിലാക്കുക. എനിക്ക് നേരെ അത്തരത്തിലുള്ള ഒരു ഭീഷണിപ്പെടുത്തലുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ മൊത്തം ക്രൂ മെമ്പേഴ്സും ഒരല്പം ഭയചകിതരാണെന്ന് പറയേണ്ടി വരും. എല്ലാവരും ഏത് നിമിഷവും ഇത്തരത്തിലുള്ള ഭീഷണി കോളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നുമല്ല ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഈ സിനിമ ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും, നിങ്ങൾ ഇതുവരെയും കണ്ടു പരിചയിച്ചൊരു കാഴ്ചാശീലങ്ങളായിരിക്കില്ല ഈ സിനിമ നിങ്ങൾ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഇതൊരു 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ജേണിയാണ്, ഒരു റോഡ് മൂവി ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം ഗരുഡൻ ദൂക്കം എന്ന് പറയുന്ന ദേവി റിച്വലിൻ്റെ കുറച്ച് ഡോക്യുമെൻ്ററി വിഷ്വൽസാണ്. അത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും ഒരു യാത്രയിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഒരു ഒറ്റപ്പെട്ടു പോകുന്ന ഒരു യുവാവും യുവതിയും ഒരു ഒമിനി വാനിനകത്ത് അകപ്പെട്ടു പോവുകയും അവർ അതിനകത്ത് കയറാൻ നിർബന്ധിതരാകപ്പെടുകയും അതിനകത്തുള്ള 3-4 പേര് അവരെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഇവരെ എത്തരത്തിൽ ടോർച്ചർ ചെയ്യുന്നു, ഇവരെ എത്തരത്തിൽ മെൻ്റലി ഹരാസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാഴ്ചകളാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കണ്ടിട്ട് അനുരാഗ് കശ്യപിനെ പോലുള്ള വലിയ സംവിധായകർ പ്രതികരിച്ചത് അവർക്ക് എഡ്ജി ത്രില്ലർ, ഈ 2017 ലുക്കൗട്ട് ചെയ്യേണ്ട, വാച്ച് ഔട്ട് ചെയ്യേണ്ട എഡ്ജി ത്രില്ലർ എന്നാണ് അനുരാഗ് കശ്യപൊക്കെ ഇതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് പ്രതികരിച്ചവരൊക്കെ സാമാന്യ കാഴ്ചക്കാർക്കപ്പുറത്ത് വളരെ ഗൗരവത്തോടെ സിനിമ കാണുന്ന അനുരാഗ് കശ്യപ്, റസൂൽ പൂക്കുട്ടി, സന്തോഷ് ശിവൻ സാറും ആഷിഖ് അബു തുടങ്ങി ഒട്ടേറെ പേർ ഈ സിനിമ കണ്ടിട്ട് പ്രതികരിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ ഞങ്ങൾ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത, ഓൾ ഇന്ത്യ മൊബൈൽ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്ത 360 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം, ഇതിനു മുൻപ് തന്നെ അനുരാഗ് കശ്യപ്, രാം ഗോപാൽ വർമ്മ, സഞ്ജയ് ഗാദവി, ധൂമിൻ്റെ ഡയറക്ടർ സഞ്ജയ് ഗാദവി തുടങ്ങിയവർ അന്ന് തന്നെ ഈ സിനിമകളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഞാൻ തന്നെ മുഖ്യ കഥാപാത്രത്തിലെത്തുന്ന സെക്സി ദുർഗയും അനുരാഗ് കശ്യപ് കണ്ടു. ഇത് അന്നത്തെ ആ ഒരു കാഴ്ച ഏതെങ്കിലും തരത്തിൽ അനുരാഗ് കശ്യപിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിൽ ഉണ്ടാക്കാൻ അത്തരം ഷോർട്ട് ഫിലിം സഹായിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. ആ ഒരു ലെവലിലൊക്കെ ഉള്ള ആൾക്കാരിൽ നിന്നും കിട്ടുന്ന പ്രചോദന വാക്കുകൾ വളരെ വലിയ അംഗീകാരങ്ങളായി കണക്കാക്കുന്നു. പ്രത്യേകിച്ചും റസൂൽ പൂക്കുട്ടിയെ പോലെയുള്ള പേര് പറഞ്ഞാണ് ട്വീറ്റ് ചെയ്തത്. ജൂറി റിപ്പോർട്ട് എഴുതിയ സമയത്ത് ക്യാമറയും ആക്ടിംഗ് സൈഡിനെയും കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്.
ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ റോട്ടർഡാമിൽ നടന്ന പ്രശസ്തമായ IFFRL ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ഹെവോസ് ടൈഗർ പുരസ്കാരം ലഭിച്ചു. ആ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ചിത്രമാണ് സെക്സി ദുർഗ. ന്യൂ ഫിലിം ന്യൂ ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ന്യൂയോർക്കിൽ നടക്കുന്ന പ്രശസ്തമായ ഫിലിം ഫെസ്റ്റിവലിലേക്ക് സെക്സി ദുർഗ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ലോകത്താകമാനമുള്ള 30 ചിത്രങ്ങളാണ് ഈ ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ആവുന്നത്. അതിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഏക ചിത്രമാണ് സെക്സി ദുർഗ. ഈ സിനിമ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ബാധിച്ചിരിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയാണ്. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരു സ്ത്രീക്കും പുരുഷനും ചേർന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു വലിയ ഭീകരമായ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകളുടെയൊക്കെ ഒരു സാക്ഷ്യപത്രമാണ് ഈ സിനിമ. ഈ സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്, ഞാൻ കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് തിരുവനന്തപുരത്തെ അമച്വർ നാടക രംഗത്ത് അത്യാവശ്യം നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നാടകത്തിൽ MPhil കഴിഞ്ഞതിന് ശേഷം ഗവേഷണ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എൻ്റെ ഒരു നാടകം കഴിഞ്ഞ 3 വർഷം മുമ്പ് ഖൈമേറ എന്ന് പറയുന്ന ഒരു നാടകം കാണാനായിട്ട് ഇതിൻ്റെ സംവിധായകൻ വരികയുണ്ടായി. അന്ന് രാത്രി തന്നെ സംവിധായകൻ എന്നെ വിളിച്ച് സംസാരിച്ചു. നാടകത്തെക്കുറിച്ച് ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. അന്നുതൊട്ട് തന്നെ സനലേൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടായിരുന്നിരിക്കണം. പുതിയ സിനിമ വന്നപ്പോൾ അദ്ദേഹം ഇതിലെ ഒരു കഥാപാത്രം, ഇതിലെ പ്രധാനപ്പെട്ട 6 കഥാപാത്രങ്ങളാണുള്ളത്, അതിലൊരു കഥാപാത്രം ചെയ്യാൻ എന്നെ വിളിക്കുകയും നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയതമായ സ്ക്രിപ്റ്റോ കഥയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ കഥ അനുദിനം മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ക്യാരക്ടറും അത്തരത്തിൽ ചേഞ്ച് ചെയ്യപ്പെട്ടു. ഷൂട്ടിങ്ങിന് ഒരു 2 ദിവസം മുൻപാണ് കബീർ എന്ന് പറയുന്ന ഇതിലെ പ്രധാന കഥാപാത്രമാണ് ഞാൻ എന്നുള്ളൊരു വിവരം സംവിധായകൻ പറയുന്നത്. സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഡയറക്ടർ വളരെ ബ്രേവ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. കാരണം ഇതുവരെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാനും അത് പൂർണ്ണമായ വിജയത്തിലെത്തിക്കാനും അതിനുവേണ്ടി എന്ത് എഫർട്ട് എടുക്കാനും തയ്യാറായിട്ടുള്ളൊരു സംവിധായകനാണ് സനൽകുമാർ ശശിധരൻ. അദ്ദേഹത്തിന് മുമ്പ് കണ്ട 2 ചിത്രങ്ങളിൽ നിന്ന്, ഒരാൾ പൊക്കം, ഒരു ദിവസങ്ങൾ, ഈ 2 ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാ പശ്ചാത്തലവും ചിത്രീകരണ രീതിയുമാണ് സെക്സി ദുർഗയിൽ അവലംബിച്ചിരിക്കുന്നത്. പക്ഷേ അത് അങ്ങനെയാണെങ്കിൽ പോലും ഇത് വിജയത്തിലെത്തിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ, കാഴ്ചപ്പാട് സംവിധായകനുണ്ടായിരുന്നു. ഒരു സ്ക്രിപ്റ്റില്ല, ഒരു കഥയില്ല. അപ്പോൾ ഇത് ഫുള്ളായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെയാണ്. ഇത് നമ്മളുമായിട്ട് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയുന്നുണ്ട്. ഒരു നല്ല സംവിധായകന് ആവശ്യം വേണ്ട ഗുണങ്ങളിലൊന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ നടന്മാരുമായി അല്ലെങ്കിൽ ടെക്നീഷ്യൻസുമായി തനിക്ക് എന്താണ് വേണ്ടത് എന്ന് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ ഗുണം തന്നെയാണ്. അത് കൃത്യമായി സനലേട്ടനുണ്ടായിരുന്നു. എന്താണ് വേണ്ടത്, അത് എവിടെയാണ് പിച്ച് ചെയ്യിക്കേണ്ടത് എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാട് സനലേട്ടനുണ്ടായിരുന്നു. ഈ സിനിമയുടെ ടൈറ്റിൽ ക്യാരക്ടറിൽ എത്തുന്നത് എല്ലാവർക്കും സുപരിചിതയായ രാജശ്രീ ദേശ്പാണ്ഡെയാണ്. രാജശ്രീ ദേശ്പാണ്ഡെ ഇതിനു മുമ്പ് മലയാളത്തിൽ ഹരം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു. മറാഠിയിൽ അറിയപ്പെടുന്ന ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ആംഗ്രി ഇന്ത്യൻ ഗോഡസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു സിനിമയിലെ നായിക കഥാപാത്രമാണ്. അവർ ഹോളിവുഡിലൊക്കെ അഭിനയിച്ച അവർ ഇവിടെ വന്നിട്ട് ഇത്രയും ഒരു ചെറിയ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യാൻ തയ്യാറായി എന്ന് തന്നെ വലിയൊരു അത്ഭുതമായി കണക്കാക്കുന്നു. പക്ഷേ ആ ഫെസിലിറ്റീസിനോട് ഏറ്റവും വളരെയധികം ഇഴകിച്ചേർന്ന് ഞങ്ങളോടൊക്കെ വളരെ നല്ല കെമിസ്ട്രി പുലർത്തി, ഞങ്ങൾ 6 പേരോടും വളരെ നല്ല, ഈ വണ്ടിക്കകത്തുണ്ടായിരുന്ന എല്ലാവരോടും തികഞ്ഞ കെമിസ്ട്രി പുലർത്തി, ആ ക്യാരക്ടറിനോട് പരമാവധി നീതി പുലർത്തി എന്ന് തന്നെ പറയേണ്ടി വരും. ഇതൊരു ത്രില്ലർ ജോണറിലുള്ള, റോഡ് മൂവി ജോണറിലുള്ള ഒരു സിനിമയാണ്. പൂർണ്ണമായും റോഡിൽ തന്നെയാണ്, പൂർണ്ണമായും യാത്രകൾ തന്നെയാണ് ഈ സിനിമയിൽ സംഭവിക്കുന്നത്. ആദ്യത്തെ ഒരു 10 മിനിറ്റിൻ്റെ വിഷ്വൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ റോഡിൽ ഒറ്റപ്പെട്ടു പോകുന്ന യുവാവും യുവതിയും ഒരു ഒമിനി വാനിനകത്ത് കയറാൻ നിർബന്ധിതരാകപ്പെടുകയും അതിനകത്തുള്ള 4 പേർ, അപ്പോൾ ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, ഇവരെങ്ങനെയാണ് ഈ യുവാവിനെയും യുവതിയും കാണുന്നത്, അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലേക്ക് ഇവരെ ഇതെങ്ങനെ നയിക്കുന്നു എന്നുള്ള തരത്തിൽ പൂർണ്ണമായും റോഡിൽ തന്നെയാണ്. രാത്രി സമയമാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി 12 മണി മുതൽ രാവിലെ 4 മണി വരെയുള്ള സമയത്തായിരുന്നു ഷൂട്ട് ചെയ്തത്. ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് മോറൽ പോലീസിങ് ആണ്, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഇടപെടലുകൾ എങ്ങനെ അധസ്ഥിത വർഗ്ഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റോഡിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് സദാചാര പോലീസിങ്ങിൻ്റെ ആക്രമണം ഞങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ റോഡിൽ നിന്നിട്ട് ഒരു അടിയുണ്ടാക്കുന്ന ഒരു സീനുണ്ട്, കുറച്ച് വഴക്കുണ്ടാക്കുന്ന, തമ്മിൽ തല്ലുന്ന ഒരു സീനുണ്ട്. ഈ സീനിൻ്റെ സമയത്ത് ഇത് ഒറിജിനൽ ഷൂട്ടിംഗ് ആണ് എന്ന് വിചാരിച്ച് അതുവഴി പോയ വണ്ടികളൊക്കെ നിർത്തുകയും അവരിറങ്ങി വന്ന് ഞങ്ങളോട് ഇടപെടുകയൊക്കെ ചെയ്തു. അപ്പോഴൊക്കെ എന്താ പറയുക, ഞങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമായി, ഓക്കെ, ഇത് ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യുന്നത്, ഈ ഒരു ഭീതിജനകമായ അന്തരീക്ഷത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത് ജനങ്ങളിലേക്കും എത്തും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് അപ്പം തന്നെ ഉണ്ടായി. അത്തരത്തിൽ ഒരു രാത്രിയുടെ ഭയാനകത, ഇരുട്ട് ഒക്കെ അതേ ഒരു അർത്ഥത്തിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സിനിമയായിരിക്കും സെക്സി ദുർഗ.
രാത്രി ഇവിടെ എന്താ പരിപാടി? എൻ്റെ ആദ്യ സിനിമയല്ല സിക്സ് ദുർഗ. മുഖ്യ കഥാപാത്രം ചെയ്യുന്ന ആദ്യ സിനിമയാണ്. ഞാൻ അഭിനയിച്ച ആദ്യ ചിത്രം 2007 പുറത്തിറങ്ങിയ ചോക്ലേറ്റ് ആണ്. അതിലൊരു ചെറിയ കഥാപാത്രം, പൃഥ്വിരാജിൻ്റെ സുഹൃത്തായിട്ട് ഒരു ചെറിയ കഥാപാത്രം ഞാൻ അഭിനയിച്ചിരുന്നു. അതിൽ തന്നെ ക്യാമറമാൻ അഴകപ്പൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് കൂടിയായിരുന്നു ഞാൻ ആ സിനിമയിൽ. 2 വർഷത്തോളം സാറിൻ്റെ അസിസ്റ്റൻ്റായി തുടർന്നു. അഭിനയിക്കാൻ തന്നെയാണ് പോയത്. പക്ഷേ പിന്നീട് അത്തരത്തിലുള്ള മുന്നോട്ടുള്ള പോക്ക് പ്രയാസമാണെന്ന് മനസ്സിലാക്കി ഞാൻ അവിടെ നിന്നും പൂർണ്ണമായും നാടക മേഖലയിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തെ സമയത്തിനിടയിൽ കുറച്ചധികം സിനിമകൾ, ഒരു 10-12ഓളം സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ, പട്ടം പോലെ, മേക്കപ്പ് മാൻ, വൺ വേ ടിക്കറ്റ്, റിപ്പോർട്ടർ തുടങ്ങി കുറേ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് നമ്മുടെ ഒരു കാലിബർ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിലേക്ക് അത്തരത്തിലുള്ളൊരു കഥാപാത്രം ഇപ്പോഴാണ് ലഭിക്കുന്നത്. ബേസിക്കലി ഞാനൊരു പെർഫോമറാണ്, ഒരു സ്റ്റേജ് പെർഫോമറാണ്. അത് ഏത് തരത്തിലുള്ള പെർഫോമൻസും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഇത് തന്നെയാണ് എൻ്റെ ഒരു പാഷനും പ്രൊഫഷനും ഒക്കെ ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നും ഞാൻ കാണാറില്ല. അപ്പോൾ നാടകത്തിൽ ഒരു ഡയലോഗ് പറയുന്ന സീനിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. മുഴുനീള കഥാപാത്രങ്ങൾ, സ്വാതി തിരുനാൾ അല്ലെങ്കിൽ ഖൈമേറെ, സ്വർണ്ണസിംഹാസനം പോലുള്ള മുഴുനീള കഥാപാത്രങ്ങളും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിലും സിനിമയിലിപ്പോൾ എല്ലാവർക്കും നായകനാകാൻ പറ്റണമെന്നില്ല. നന്നായി പെർഫോം ചെയ്യാൻ പറ്റുക, നന്നായി അഭിനയിക്കാൻ പറ്റുക, അത് ഒരു സീനാണെങ്കിലും നമ്മൾ അടയാളപ്പെടുത്തപ്പെടുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഈ സിനിമ ഇപ്പോൾ വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ കണ്ടവരൊക്കെ ഇൻ്റർനാഷണൽ സർക്യൂട്ടിലേക്കുള്ള പ്രശസ്തരായ ആൾക്കാരാണ് ഈ സിനിമ കണ്ടത്. പല ഭാഗത്തുനിന്നും വളരെയധികം നല്ല റെസ്പോൺസ്, അഭിനന്ദന പ്രവാഹങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അനുരാഗ് കശ്യപിനെ പോലുള്ളവർ അല്ലെങ്കിൽ റസൂൽ പൂക്കുറ്റി പോലുള്ളവർ പേരെടുത്ത് പരാമർശിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ മുകളിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രിവ്യൂ ഷോ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ കുറച്ച് പേര്, അഭിനയിച്ചവരും ക്രൂ മെമ്പേഴ്സും ഉൾപ്പെടുന്ന വളരെ കുറച്ച് പേര്, 20 പേരോളം ആണ് ഈ സിനിമ കണ്ടിറങ്ങിയത്. സിനിമ കഴിഞ്ഞിട്ട് സംവിധായകൻ വന്ന് കെട്ടിപ്പിടിച്ചതാണ് എനിക്ക് ഏറ്റവും മറക്കാനാവാത്ത അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലായിരുന്നു ഈ സിനിമ ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് സിനിമ. ആ സിനിമ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ പുറത്തു വരാൻ സഹായിച്ചതിൽ, അതിൻ്റെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞതിലുള്ള എല്ലാ സന്തോഷവും ആ ഒരു ഹഗ്ഗിൽ ഉണ്ടായിരുന്നു. ആ ഒരു എനർജി എനിക്ക് കൃത്യമായി ഫീൽ ചെയ്യുകയും ചെയ്തു. അതുതന്നെയായിരുന്നു ഈ സിനിമ ബാക്കിയുള്ളവർ കണ്ടിട്ട് കിട്ടിയ ഏറ്റവും വലിയൊരു റെസ്പോൺസ് എന്ന് പറയുന്നത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമ എന്ന് റിലീസാവും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയായിട്ടില്ല. ഒരു 2 മാസത്തിനകം റിലീസ് പ്രതീക്ഷിക്കാം. കാരണം സെൻസർ ബോർഡിലൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു ഈ പേരിനെ സംബന്ധിച്ച്. പക്ഷേ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു അവസരത്തിൽ തീർച്ചയായും നിങ്ങളിതിനെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം സംവിധായകൻ്റെ മുൻ ചിത്രങ്ങളായ ഒരാൾപ്പൊക്കവും ഒരു ദിവസത്തെ കളിയും അത്തരത്തിൽ വൈഡ് അക്സെപ്റ്റൻസ് ലഭിച്ച 2 ചിത്രങ്ങളാണ്. ക്രിട്ടിക്കലി അക്ലെയിംഡുമായിരുന്നു, ഓഡിയൻസ് അപ്ലോസ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതേ സംവിധായകൻ്റെ 3ാമത്തെ ചിത്രത്തിന് അത്തരം പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അവരാരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഇതിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്ക്രീനിൽ നിങ്ങളെ തന്നെ കാണാൻ കഴിയുന്ന തരത്തിലാണ് ഈ സിനിമ. പിന്നീട് ഇത് തിയേറ്റർ റിലീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ കാഴ്ച ഫിലിം സൊസൈറ്റിയുടെ സിനിമ വണ്ടി പോലുള്ള സംരംഭങ്ങളുണ്ട്. അതുവഴിയാണ് സൺലൈറ്റിൻ്റെ മുൻ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. പിന്നെ ഓൺലൈൻ റിലീസിങ് റീൽ മങ്ക് പോലുള്ള സ്ഥാപനങ്ങളുമായി ചേർന്നിട്ടുള്ള ഇതിൻ്റെ വൈഡ് റിലീസ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അത്തരത്തിൽ പല മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനുമുമ്പ് ഇപ്പോൾ തന്നെ പല ഫെസ്റ്റിവൽസിൽ നിന്നും ഓഫേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു വൈഡ് അക്സെപ്റ്റൻസ് ഉള്ള സിനിമയായി തന്നെ ഇത് മാറും. നിങ്ങളാരെയും നിരാശപ്പെടുന്ന സിനിമയായിരിക്കില്ല ഇത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സിനിമ ആയിരിക്കില്ല എന്ന് ഉറപ്പ് തരാൻ കഴിയും. എല്ലാവരോടും ഇന്ത്യ ഗ്ലിറ്റ്സ് വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങളുടെ പ്രതീക്ഷകളെ നിലനിർത്തുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. ഇനി വരുന്ന പ്രോജക്ട്സിലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ എന്നോടൊപ്പം ഉണ്ടാകണം, ഈ ഫുൾ ക്രൂവിനോടൊപ്പം ഉണ്ടാകണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.